സംസ്ഥാനത്ത് വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങൾക്ക് കുറവില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വീടുകളിൽ പ്രസവം നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ ഇതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരണം നടത്തുകയും വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരക്കാരുടെ കുടുംബ സംഗമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കൂട്ടരിൽ വിദ്യാസമ്പന്നരായ ഡോക്ടർമാരും അധ്യാപകരുമെല്ലാം ഉണ്ടെന്നതാണ് അത്ഭുതം. 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ കേരളത്തിൽ 523 വീട്ടുപ്രസവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മാത്രം 200 വീട്ടുപ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ വീടുകളിൽ പ്രസവം നടക്കുന്നത് ഏറ്റവും അധികമായുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയിംസിങ്ങിന് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് നൽകിയ മറുപടിയിൽ പറയുന്നു. 253 പ്രസവമാണ് ഇവിടെ വീടുകളിൽ നടന്നിട്ടുള്ളത്. 5 വർഷം തുടർച്ചയായി മലപ്പുറത്ത് 200-ൽ കൂടുതൽ ഇത്തരം പ്രസവം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഇതിനെതിരെ ബോധവൽക്കരണങ്ങളും ഫീൽഡ് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും രഹസ്യമായും പരസ്യമായും വീട്ടുപ്രസവങ്ങൾ ഇവിടെ തുടരുന്നു. സമാന്തര ചികിത്സാ സംഘങ്ങളും ചില സാമുദായിക സംഘടനകളും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. സ്ത്രീക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിപ്പിക്കുന്ന സംഭവങ്ങളും ഏറെയുണ്ട്. വയറ്റാട്ടിമാരെ വെച്ചാണ് പ്രസവം എടുപ്പിക്കുന്നത്. സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നവരുമുണ്ട്. രക്തസ്രാവം മൂലം ഗുരുതരാവസ്ഥയിലാകുമ്പോഴാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കവേ കുഞ്ഞിന്റെ തല മാത്രം പുറത്തു വന്ന നിലയിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച സംഭവം മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായി. ഇത്തരത്തിലുള്ള ശിശുമരണങ്ങൾ പലതും വീട്ടുകാർ സഹകരിക്കാത്തതിനാൽ ശരിയായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുമുണ്ട്. മലപ്പുറത്ത് ലക്ഷദ്വീപിൽ നിന്ന് പോലും പ്രസവിക്കാൻ സ്ത്രീകൾ വരുന്നു. ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി നിരാഹാരം ഇരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ആശുപത്രികളിൽ എത്തിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തേവർക്കടപ്പുറത്ത് ഒരു വീട്ടിൽ 9 തവണ പ്രസവിച്ച യുവതിയുടെ 10ാം പ്രസവം ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലുകൾ കൊണ്ട് ആശുപത്രിയിലാക്കി. വീടുകളിൽ പ്രസവിക്കുന്ന കേസുകളിൽ കുഞ്ഞിന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട പരിചരണങ്ങൾ നഷ്ടമാകുന്നു. ആശുപത്രികളിൽ പ്രത്യക്ഷത്തിലുള്ള വൈകല്യങ്ങൾ, ഹൃദയ സംബന്ധമായ തകരാറുകളും കേൾവി സംബന്ധവും കാഴ്ച സംബന്ധവുമായ കുഴപ്പങ്ങളും ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളും എല്ലാം പ്രസവാനന്തരം പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇക്കൂട്ടർക്ക് ലഭിക്കില്ല. ജനനത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കാരണം വർഷങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ രോഗിയാകുകയോ മരിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വീട്ടുപ്രസവങ്ങൾ നിയന്ത്രിക്കാൻ ആരോഗ്യ വകുപ്പിനോടൊപ്പം പോലീസിന്റെ സഹകരണവും ഉണ്ടാകണമെന്ന് മലപ്പുറം RCH ഓഫീസർ ഡോക്ടർ NN പമീലി പറഞ്ഞു.